നമസ്കാരം. ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നിങ്ങളെല്ലാവരും ഡയബറ്റിസ് അഥവാ പ്രമേഹത്തിന് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളായിരിക്കാം. ഈ ഒരു പ്രമേഹം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ ഹോം റെമഡീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കരുതിയിട്ട് നിങ്ങൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാനോ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ എടുക്കുന്ന മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡയറ്റ്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു നോർമൽ റേഞ്ചിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഡയബറ്റീസ് ഉള്ള ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ഒന്നെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇൻസുലിൻ തെറാപ്പിയൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡീസ്, അതായത് ഹോം റെമഡീസ് ഒക്കെയാണ് പറയുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു ഹോം റെമഡീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെഡിസിൻസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ നടക്കുന്നത് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ഈ ഒരു ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻസുലിന് നഷ്ടമാവുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലിൻ ആക്റ്റീവ് ആവുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ടൊക്കെ ആളുകളിൽ കാണിക്കാറുണ്ട്. അപ്പം ചില ആളുകളിൽ ഫ്രം ബർത്ത്, അതായത് ബൈ ബർത്ത് മുതൽ തന്നെ അവരിൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് കഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, ഇതൊരു മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഈ ഒരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്നത്. പ്രമേഹ രോഗികളിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. അതായത് ആദ്യം തന്നെ അവരിൽ കൂടുതലായിട്ടുണ്ടാകുന്നത് അമിതമായിട്ടുള്ള ദാഹമാണ്. അതൊന്നും ആരും ഈ ഒരു ഡയബറ്റീസ് കണ്ടീഷനുമായിട്ട് കോറിലേറ്റ് ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെ അവരിൽ അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവാം, ദാഹം, ഈ രണ്ട് കണ്ടീഷനും ഒരുപോലെ തന്നെ അവരിൽ നിൽക്കാം. വിശപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലും എന്തെങ്കിലും അരിയാഹാരങ്ങൾ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് ചോറ് കഴിക്കണം, ചോറ് 2 നേരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു കണ്ടീഷൻ, ഇതൊക്കെയാണ് ഡയബറ്റീസ് പേഷ്യൻസിൽ കാണിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രശങ്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം കുറച്ച് മുൻപ് തന്നെ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വീണ്ടും മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി, മൂത്രത്തിൻ്റെ കളറിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുന്നു. അതുപോലെ തന്നെ കുറച്ചൊരു സ്റ്റേജ് അങ്ങോട്ട് എത്തുമ്പോഴാണ് മൂത്രത്തിൽ നമ്മൾ കൂടുതൽ പത കാണുന്നത്. അതുപോലെ തന്നെ മൂത്രത്തിനകത്ത് ചെറിയ ചെറിയൊരു വൈറ്റ് കളേഴ്സിലുള്ള ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പ്രോട്ടീൻ ലീക്കേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കാതെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും അത് നമ്മുടെ കിഡ്നീനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫിൽട്രേഷനിൽ ചേഞ്ചസ് വരാം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോട്ടീൻ ലീക്കേജസും കാര്യങ്ങളും വരാം. അതാണ് നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ കൂടുതലായിട്ടും പത കാണുന്നതും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടൊക്കെ മൂത്രത്തിൽ കാണുന്നതും. അപ്പം നിങ്ങളത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പം നിങ്ങളിപ്പം ഒരു 40 വയസ്സ് കഴിഞ്ഞാലേ എനിക്ക് ഡയബറ്റീസ് വരൂ എന്ന് കരുതിയിട്ട് നമ്മൾ ആരും തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോലും പോവാറില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ആഫ്റ്റർ 40 ആയിരുന്നു ഡയബറ്റീസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തിയിരുന്നത്. പക്ഷേ ഇന്നൊരു 20 വയസ്സിന് ശേഷവും സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മുടെ ഈ ഒരു മാറിയ ജീവിതശൈലിയാണ്. ഞാൻ മധുരം കഴിക്കാറില്ല, എനിക്ക് മധുരരസത്തിനോട് ഒട്ടും ഇഷ്ടമില്ല, ഞാൻ കൂടുതലും എരിവുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർ കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ചോറെന്ന് പറയുന്നത്. ചോറ് കഴിക്കാം, അവർ ചിലപ്പം ചായ ഒരു 3-4 ചായ ഒരു ദിവസം കുടിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാസ്റ്റ് ഫുഡുകൾ, ഈ സാൻഡ്വിച്ച്, ബർഗർ പോലുള്ള ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഡയബറ്റീസ് അഥവാ പ്രമേഹം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ വരുത്തണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനല്ല പറയുന്നത്, നമുക്ക് ഒക്കേഷണലി കഴിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇന്ന് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിൽ ഒരു ഫാസ്റ്റ് ഫുഡ് അവർ ഏതെങ്കിലും ഒരു നേരമായിട്ടെങ്കിലും കഴിക്കുന്നുണ്ട്. അതാണ് അവരിലെ ഡയബറ്റീസ് ഇത്ര നേരത്തെ ഒരു ചെറു പ്രായത്തിൽ തന്നെ അവരെ പ്രമേഹ രോഗികളാക്കുന്നത്. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ കിഡ്നീനെ ബാധിക്കാം, ഞരമ്പുകളെ ബാധിക്കാം, തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കൂടുതലായിട്ടും അവർക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ അവരിൽ ഒരു സ്റ്റേജെല്ലാം കഴിയുന്ന സമയത്താണ് കാണിക്കുന്നത്. ഒരു ആദ്യത്തെ സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രം കൂടുതലായിട്ട് ഒഴിക്കുന്നു, അമിതമായിട്ടുള്ള വിശപ്പുണ്ടാവുന്നു, അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാവുന്നു, അതുപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ കൂടുതലായിട്ട് വരുന്നു. ഇത്തരം കണ്ടീഷൻസ് ഒക്കെയാണ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ. അതുപോലെ തന്നെ ക്ഷീണം വരിക,
നിങ്ങൾ ഉറങ്ങിയിട്ടും നിങ്ങൾക്ക് വീണ്ടും ഉറങ്ങണം, അങ്ങനെയുള്ളൊരു ടെൻഡൻസി. പിന്നെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഡയബറ്റിക് ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകളും നടത്തുക എന്നുള്ളതാണ്. നമുക്കൊരു ഏർലി ഏജിൽ തന്നെ പ്രമേഹം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ പ്രമേഹ രോഗികൾ ആദ്യം തന്നെ ഫോളോ ചെയ്യേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റാണ്. ഭക്ഷണ ക്രമീകരണം വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് വരണം എന്ന് നിർബന്ധമല്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണം നമുക്ക് വേണ്ടത്ര അളവിൽ മാത്രം നിങ്ങൾ കഴിക്കുക. ഭക്ഷണം നമ്മളൊരു ഔഷധം പോലെ കഴിക്കുന്നതാണ് ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ പലരും ഇപ്പം അങ്ങനെയല്ല. നമുക്കിപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പലരും സ്കിപ്പ് ചെയ്യുന്നു, കഴിക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ ഉച്ചയ്ക്കും ചിലപ്പോൾ കഴിക്കുന്നില്ല, എന്നിട്ട് വൈകുന്നേരം ഹെവി ആയിട്ട് കഴിക്കുന്നു. ഇത് അവരുടെ ശരീരത്തിന് വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. ഇതും ഈ ഒരു ഡയബറ്റീസ് പോലെയുള്ള കണ്ടീഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഒന്ന് കുറച്ചുകൊണ്ട് വരിക, ഭക്ഷണത്തിനകത്ത് കുറയ്ക്കുക. എന്നിട്ട് നല്ല പ്രോട്ടീൻസും നല്ല കൊഴുപ്പുകളും നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ നാളെ മുതൽ എല്ലാം ഒഴിവാക്കണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു തോട്ട് പലർക്കും വരാറുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡയബറ്റീസിൻ്റെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കാർബ്സ് ഒഴിവാക്കുന്നു, ഷുഗർ ഒഴിവാക്കുന്നു. പക്ഷേ നല്ല പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്, നല്ല പ്രോട്ടീൻസ് ഫാറ്റിലാണ് നമ്മുടെ മാംസം, മുട്ട, അതുപോലെ തന്നെ മത്സ്യം എല്ലാം തന്നെ വിടുന്നത് ഇതിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഡയറ്റ് എടുക്കുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പലരും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുക്കില്ല, ഫോളോ അപ്പ് എടുക്കില്ല. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അതും അവരുടെ ബോഡീനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതും നമ്മുടെ കിഡ്നീനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രോപ്പർ ഡോസിൽ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം മെഡിസിൻസ് കഴിക്കുക എന്നുള്ളൊരു രീതിയിലോട്ട് മാറുക. അതിൻ്റെ കൂടെ എക്സസൈസ് നിർബന്ധമാണ്. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കോംപ്ലിക്കേഷനിലോട്ടൊന്നും തന്നെ പോവുകയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നെഫ്രോപ്പതി, ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷനിലോട്ടൊന്നും ഇത് പോവുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഒക്കെ ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി നമുക്ക് നോക്കാം. അതിനൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം, അതുപോലെ തന്നെ ഉലുവ വേണം. ഇത് തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവ കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളം കുടിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു 15 ദിവസം ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഡയബറ്റീസ് പേഷ്യൻസിലും ഇത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്യുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ ഡയറ്റ് എടുത്തിട്ടൊന്നും പോസിബിൾ ആവുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ടാവും. അപ്പം അത്തരം ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസൾട്ടേഷനിലൂടെ തന്നെ നമ്മളൊരു ഡയറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.